അടച്ചുപൂട്ടിയ കോന്നി അടവി കുട്ടവഞ്ചി സവാരി കേന്ദ്രത്തിലെ വനശ്രീ കഫേ തുറന്നു പ്രവർത്തിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ന്യൂനതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു താൽക്കാലികമായി അടച്ചുപൂട്ടിയത്. ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് ഗുണകരമാകുന്ന രീതിയിൽ സ്ഥാപനം തുറന്നു പ്രവർത്തിക്കണമെന്നാണ് ആവശ്യം. കോന്നി ഫുഡ് സേഫ്റ്റി ഓഫീസറുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലായിരുന്നു ന്യൂനതകൾ കണ്ടെത്തിയതും കഫേ താത്കാലികമായി അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകിയതും. തുടർന്ന് അറ്റകുറ്റപ്പണികൾ നടത്തുകയും കഫേ വിപുലീകരിക്കുകയും ചെയ്തു. എന്നാൽ പ്രവർത്തനം ഇതുവരെയും പൂർണ്ണമായും ആരംഭിച്ചില്ല. കുട്ടവഞ്ചിക്കൊപ്പം ഭക്ഷണവും പ്രധാന ആകർഷണമായിരുന്നിടത്ത് ഇപ്പോൾ കെട്ടിടം മാത്രമാണ് ബാക്കി. വനവകുപ്പിന് കീഴിലുള്ള VSS ആയിരുന്നു പ്രവർത്തന മേൽനോട്ടം വഹിച്ചിരുന്നത്. കഫേ പ്രവർത്തനം താറുമാറായതോടെ ജീവനക്കാരും പ്രതിസന്ധിയിലായി. അടിയന്തരമായി പൂർണ്ണതോതിൽ തുറന്നു പ്രവർത്തിക്കണമെന്നാണ് ആവശ്യം. ഇവിടുത്തെ ക്ലീനിങ്ങിൻ്റെയൊക്കെ വിഷയമാണ് വന്നേക്കുന്നത്. ഞങ്ങൾക്ക് അടിസ്ഥാന സൗകര്യം ഇല്ല. ഫുഡ് വെച്ചാലെ കൊണ്ട് വേസ്റ്റ് വെള്ളം പോകാനും കളയാനും ഒക്കെ ഞങ്ങൾ ഈ ബക്കറ്റ് വീഴുന്ന വെള്ളം ചുമ്മിക്കൊണ്ടൊക്കെ കളയുന്നത്. അപ്പോൾ ഭയങ്കര തിരക്കാകുന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് കാര്യം. ഞങ്ങളുടെ ജീവനത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തു തരണം. 21 പേര് പോയി ഞങ്ങൾ 3 പേരേ ഉള്ളൂ. ആദ്യം തൊട്ടുള്ളത് 3 പേരേ ഉള്ളൂ. ബാക്കി പിന്നെ പുറകാലെ വന്ന സ്റ്റാഫുകളാണ്. വന്നിട്ട് ഇപ്പം വന്ന സ്റ്റാഫുകളും 4-5 വർഷത്തോളമായി. സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് അടച്ചുപൂട്ടേണ്ടി വന്നതെന്നും കഫേ അടുക്കളയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലീകരിക്കണമെന്നും വനവകുപ്പ് വിശദീകരിക്കുന്നു. 42 ദിവസത്തിന് ശേഷം തുറന്ന് പ്രവർത്തിച്ചപ്പോൾ പ്രായോഗികമായ ബുദ്ധിമുട്ട് കാരണമാണ് നമ്മൾ പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും നമ്മൾ ഒഴിവാക്കിയത്. അത് കാലക്രമേണ തുടർന്നും പ്രഭാത ഭക്ഷണം ഉച്ചഭക്ഷണം ഏർപ്പെടുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ്. അത് FDAയുടെയും ബഹുമാനപ്പെട്ട റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറുടെയും അനുമതിയോടുകൂടി മാത്രമേ നമ്മൾക്കത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ ചായയും പലഹാരവും മാത്രമാണ് ഇവിടെയുള്ളത്. കൂടുതൽ മെച്ചപ്പെടുത്തി സഞ്ചാരികൾക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ കഫേയുടെ പ്രവർത്തനം പുനരാരംഭിക്കണം എന്നതാണ് ആവശ്യം. ന്യൂസ് മലയാളം, പത്തനംതിട്ട.